കോഴിക്കോട് മാമി തിരോധാന കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ കുടുംബത്തിന്റെ മൊഴിയെടുത്തിരുന്നു. പോലീസ് വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഐജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നാണ് കുടുംബം പറയുന്നത്. അന്വേഷണ സംഘം യോഗം ചേരും. അത് ഈ മാമി തിരോധാനം PV അൻവർ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ്. പക്ഷെ എന്തോ അത് ഇപ്പോഴും അതിനുശേഷം കുടുംബം നമ്മളോട് പ്രതികരിച്ചിരുന്നു. അവർ ഈ മാമി ഏറ്റവും അവസാനം നടത്തിയ ഒരു ഭൂമി ഇടപാടുണ്ട്, 300 കോടി രൂപയുടേതാണ്. മാമി ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആയിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ കൂടി പരിശോധിക്കണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് ഒരാഴ്ചയ്ക്ക് ശേഷം ഈ മാമിയെ കാണാതാവുകയും മറ്റുമായിരുന്നു. അങ്ങനെ വലിയ ഗൗരവതരമായ പരാതിയാണ്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അനീഷ്, ഈ എന്താണ് അന്വേഷണ സംഘത്തിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? രഞ്ജിത്ത്, കേസുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ തുടക്കം ഇന്ന് ഉണ്ടാവുക എന്ന് തന്നെയാണ് ക്രൈംബ്രാഞ്ചിൽ നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ നടക്കാവ് പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ച് കൈപ്പറ്റിയിരുന്നു. അതിനുശേഷം ചില പ്രാഥമിക നടപടിക്രമങ്ങൾ ഇന്നലെ ആരംഭിച്ചു. ഇതിൽ മാമിയുടെ കുടുംബത്തിന്റെ അംഗങ്ങളുടെ, പ്രത്യേകിച്ചും മകളുടെ ഭാഗത്തു നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുക എന്ന നടപടിയാണ് ഇന്നലെ പൂർത്തിയായിരിക്കുന്നത്. പക്ഷേ വിശദമായ മൊഴിയെടുക്കൽ ഇനി ഉണ്ടാവുമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇന്നു മുതൽ ഇക്കാര്യത്തിലൊരു കൃത്യമായ നടപടിക്രമങ്ങളുമായി ക്രൈംബ്രാഞ്ച് മുന്നോട്ട് പോകും. ഇന്ന് ഈ എന്തൊക്കെ രീതിയിലാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ കേസിൽ ചെയ്യാൻ പോകുന്നതെന്ന് വിശദീകരിക്കാനായി ക്രൈംബ്രാഞ്ച് IG ഉച്ചയ്ക്ക് 12 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനു മുമ്പായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു യോഗം ചേരുന്നതിനുള്ള നടപടിക്രമങ്ങളും ഉണ്ടാവുമെന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിനുശേഷമാവും ആരെയൊക്കെ ചോദ്യം ചെയ്യണം എന്നത് സംബന്ധിച്ചും ആരുടെയൊക്കെ മൊഴിയെടുക്കണം എന്നത് സംബന്ധിച്ചൊക്കെ ഒരു വ്യക്തത വരിക. നേരത്തെ ലോക്കൽ പോലീസും പ്രത്യേക അന്വേഷണ സംഘവും 300-ലധികം ആളുകളുടെ മൊഴി ശേഖരിച്ചതായാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇതിൽ 90% ആളുകളുടെയും മൊഴി രേഖപ്പെടുത്തിയത് മൊബൈൽ ഫോണിലൂടെ വിളിച്ചെടുത്തായിരുന്നു. ഇതൊന്നും ഈ കേസിന്റെ മുന്നോട്ടു പോക്കിന് ഒട്ടും സഹായകരമല്ല എന്നൊരു നിലപാട് മാമിയുടെ കുടുംബം സ്വീകരിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 22-ന് കാണാതായ ആളെക്കുറിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും യാതൊരു വിവരങ്ങളും പുറത്തു വരാത്ത ഒരു സാഹചര്യമുണ്ട്. അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്ന് പലവട്ടം ആവർത്തിക്കുമ്പോഴും അതിന്റെ വിശദാംശങ്ങളൊന്നും കുടുംബവുമായി പങ്കുവെക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ടായിരുന്നു. ആദ്യം അന്വേഷണ സംഘം ഒരു തരത്തിലും കേസിൽ മുന്നോട്ട് പോകാത്ത സാഹചര്യം. കാരണം സുവർണ നിമിഷങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ആദ്യ ദിവസങ്ങൾ അല്ലെങ്കിൽ ആദ്യ മണിക്കൂറുകൾ ഈ അന്വേഷണ സംഘം പാഴാക്കുകയായിരുന്നു എന്നും കുടുംബം പറയുന്നു. കാരണം നഗരമധ്യത്തിൽ നിന്നാണ്, ഏതാണ്ട് ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ ഒക്കെ സമീപത്തുള്ള ഭാഗത്തു നിന്നാണ് മാമിയെ കാണാതാവുന്നത്. എന്നാൽ അവിടെയൊക്കെ നിരവധി CCTVകൾ ഉണ്ടെങ്കിൽ പോലും നഗരത്തിലെ ഒരിടത്തെയും CCTV ദൃശ്യങ്ങളിൽ മാമി പതിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ കാര്യമായ ഒരു CCTV പരിശോധന ഇക്കാര്യത്തിൽ അധികൃതർ നടത്തിയിട്ടില്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. അതിനുശേഷം അത്തോളിക്കടുത്തുള്ള ഒരു സ്ഥലത്ത് എത്തിയതായി മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ കണ്ടിരുന്നു. അവിടുത്തെ ഒരു വീടിനെ ചുറ്റിപ്പറ്റി ചില സംശയങ്ങളുണ്ട് എന്നും പോലീസ് പറഞ്ഞിരുന്നു. എന്നാൽ ആ വീട്ടിനുള്ളിൽ കാര്യമായൊരു പരിശോധന നടത്താൻ തയ്യാറായില്ല. ഒരു കിണർ പറ്റിച്ച പരിശോധന നടത്തണമെന്നൊക്കെ അറിയിച്ചെങ്കിൽ പോലും അക്കാര്യത്തിലും നടപടി ഉണ്ടായില്ല എന്ന് കുടുംബം പറയുന്നു. ഒപ്പം ഈ കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള 300 കോടി രൂപയോളം വിലമതിക്കുന്ന ഒരു ഇടപാടിന്റെ ഇടനിലക്കാരനായിരുന്നു മാമി. പക്ഷേ മാമി മരിച്ചു ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ കാണാതായി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഈ ഇടപാട് നടക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ ഇടപാട് നടത്തിയവരാരാണ്, ഈ ഇടപാടിന് പിന്നിൽ എന്തെങ്കിലും ഘടകങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിക്കുമെന്ന് കുടുംബം പറഞ്ഞിരുന്നു. ഇതോടൊപ്പം തന്നെയാണ് ഈ കാണാതാവുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു ദുബായ് യാത്ര നടത്തിയിരുന്നു. ആ ദുബായ് യാത്രയ്ക്ക് ശേഷം നാട്ടിലേക്ക് എത്തിയപ്പോൾ പഴയ ഒരു സന്തോഷം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇനി ഒരു വട്ടം കൂടി ദുബായിക്ക് പോകേണ്ടി വരുമെന്ന് കുടുംബത്തോട് അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ ദുബായ് സന്ദർശനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഇക്കാര്യങ്ങളും പോലീസ് വകവെക്കുണ്ടായില്ല. മറിച്ച് ഈ മാമയുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഊന്നിയുള്ള ഒരു അന്വേഷണത്തിലേക്ക് മാത്രം പോലീസ് ചുരുങ്ങുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. ഇതിനുശേഷമാണ് കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കേസ് മറ്റ് ഏജൻസികൾ അന്വേഷിക്കണമെന്ന ആവശ്യം കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇതേ തുടർന്ന് നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഒരു തീരുമാനമാവുകയും ചെയ്തു. എന്നാൽ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ IDGP MR അജിത് കുമാർ ഇടപെട്ട ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു. ഇതിൽ ഈ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ആളുകൾ അദ്ദേഹമായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായി നിശ്ചയിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തിടുക്കപ്പെട്ട് ഈ ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലേക്ക് കേസ് പോകുന്നത് തടയാനുള്ള നീക്കം ADGPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന് തന്നെയാണ് കുടുംബം ഇപ്പോഴും ആരോപിക്കുന്നത്. എന്തായാലും കേരള പോലീസിന് തങ്ങൾക്ക് വിശ്വാസമാണ്. മിടുക്കരായ ഉദ്യോഗസ്ഥരുള്ള ഒരു സംഘമാണ് കേരള പോലീസ് എന്നാണ് ഇപ്പോഴും കുടുംബം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ CBI അന്വേഷണം അടക്കം ആവശ്യപ്പെട്ട് ഹൈക്കോടതി സമീപിക്കുകയും CBI അന്വേഷണം നടന്നതിൽ തടസ്സമില്ല എന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയെ അറിയിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതിൽ നിന്നാണ്
പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണം എന്ന തീരുമാനത്തിലേക്ക് പോലീസ് നീങ്ങുകയും ചെയ്യുന്നു. എന്തായാലും നിലവിലെ അന്വേഷണവുമായി ആശയവിനിമയം നടത്തിയതിൽ അവർ തൃപ്തരാണ് എന്ന് കുടുംബം പറയുന്നു. വളരെ കൃത്യമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകുമെന്ന ഒരു പ്രതീക്ഷയും തങ്ങൾക്ക് ഉണ്ടെന്ന് പറയുന്നു. എന്തായാലും ഇന്ന് ഔദ്യോഗികമായി തന്നെ കേസിന്റെ അന്വേഷണം ആരംഭിക്കും. ഏതൊക്കെ തരത്തിലേക്കാണ് അന്വേഷണം പോകേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലകളിലാണ് സംശയം ഉള്ളതെന്ന് സംബന്ധിച്ച കുടുംബം ഇതിനകം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മാമിയുടെ ഭാര്യമാരോടക്കമുള്ളവരോടും ബന്ധുക്കളോടുമൊക്കെ ഇന്നും നാളെയും ഒക്കെയായി ഈ ക്രൈംബ്രാഞ്ച് സംഘം മൊഴിയെടുക്കും. അതാണ് സാഹചര്യം. ഏതായാലും മാമി തിരോധാനം ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. കുടുംബത്തിന്റെ അടക്കം മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. അവർക്ക് ഒരുപാട് പരാതികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. നേരത്തെയൊക്കെ നിരവധി കാര്യങ്ങൾ പോലീസിനെ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിച്ചിരുന്നുവെങ്കിൽ പോലും അത് പോലീസ് കാര്യമായി പരിഗണിച്ചില്ല എന്നാണ് അവരുടെ ആക്ഷേപം. നമുക്ക് തിരിച്ചു